സഭയും CPM-ഉം നേർക്കുനേർ വരുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. ബിഷപ്പ് പാംബ്ലാനിക്കെതിരെ രംഗത്ത് വന്ന അവസരവാദ പരമാണ് പാംബ്ലാനിയുടെ നിലപാടുകൾ എന്ന് CPM നിലപാട് കടുപ്പിച്ചപ്പോൾ അതിനെതിരെ തലശ്ശേരി അതിരൂപത രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. അവിടെ AKG സെന്ററിൽ നിന്ന് കിട്ടുന്ന തിട്ടൂരം അനുസരിച്ച് രൂപതകൾക്ക് പ്രതികരിക്കാനാകില്ല എന്ന ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ ആ വിമർശനം ഉന്നയിച്ചിരുന്നത്. അതിനുശേഷം കത്തോലിക്ക കോൺഗ്രസ് അനുകൂലിച്ച് സഭയുടെ നിലപാടിനെ അനുകൂലിച്ച് രംഗത്ത് വരുന്നതും CPM-നെതിരെ രംഗത്ത് വരുന്നതും നമ്മൾ കണ്ടു. ഇപ്പോൾ സിറോ മലബാർ സഭ തന്നെ ആ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ്. ആർച്ച് ബിഷപ്പ് പാംപ്ലാനിയെ അവസരവാദിയെന്ന് MV ഗോവിന്ദൻ വിശേഷിപ്പിച്ചതാണ് സഭയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അവർ ഈ കാര്യങ്ങൾ ഇതിൽ ചൂണ്ടിക്കാട്ടുന്നു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ നടത്തിവരുന്നത് നിരുത്തരവാദപരവും തെറ്റിദ്ധാരണാജനകവുമായ പ്രസ്താവനകളാണെന്നും അത് അസ്വസ്ഥത ജനിപ്പിക്കുന്നതാണ് എന്നതുമാണ് സിറോ മലബാർ സഭ ചൂണ്ടിക്കാട്ടുന്നത്. പിതാവിനെ ആക്ഷേപിക്കാനുള്ള CPM നേതാക്കളുടെ ശ്രമം തികച്ചും അപലപനീയമാണ് എന്ന് സഭ ചൂണ്ടിക്കാട്ടുന്നു. ഈ കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യത്തിലായിരുന്നു ആദ്യം ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാർക്കൊപ്പം വേട്ടയാടുകയും ചെയ്യുന്നവർക്കൊപ്പം നിൽക്കാനാകില്ല എന്ന തരത്തിൽ പാംബ്ലാനി സംസാരിക്കുകയും പ്രതിഷേധങ്ങളിൽ ശക്തമായി ഇടപെടുകയും ചെയ്തു. അതിനുശേഷം ഇവർ മോചിതരായപ്പോൾ കേന്ദ്ര മന്ത്രിമാർക്കുൾപ്പെടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും പ്രധാനമന്ത്രിയുടെയും ഇടപെടൽ അതിനെ നന്ദി സൂചിപ്പിക്കുകയും അവരുടെ ഇടപെടലും അവർ വാക്ക് പാലിച്ചു എന്ന തരത്തിലുള്ള പരാമർശവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആ സാഹചര്യത്തിലാണ് അവസരവാദി എന്ന സമീപനം പാംബ്ലാനിക്കെതിരെ CPM സ്വീകരിച്ചത്. ആദ്യം DYFI രംഗത്ത് വന്നു. അതിനുശേഷം CPM സംസ്ഥാന സെക്രട്ടറി തന്നെ രംഗത്ത് വന്ന് അത്തരമൊരു പരാമർശം നടത്തുമ്പോഴാണ് ഈ പ്രതികരണം രൂപതയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇപ്പോൾ അതിലാണ് സിറോ മലബാർ സഭ വ്യക്തത വരുത്തുന്നത്. അത് സഭയുടെ പൊതു നിലപാടാണ് പാംപ്ലാനി പറഞ്ഞത് എന്നതാണ് സൂചിപ്പിക്കുന്നത്. CPM പറഞ്ഞിരുന്നത് സഭയ്ക്കുള്ളിൽ തന്നെ ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വിരുദ്ധ അഭിപ്രായങ്ങളുണ്ട്, ഇവർ പറയുന്നതല്ല സഭയുടെ പൊതു നിലപാട്, വിശ്വാസികളുടെ പൊതു നിലപാട് എന്ന് CPM ചൂണ്ടിക്കാട്ടിയിരുന്നു. അക്കാര്യത്തിൽ സിറോ മലബാർ സഭ വ്യക്തത വരുത്തുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും നേതാക്കൾക്കും മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനും നന്ദി പ്രകാശിപ്പിക്കുന്ന സിറോ മലബാർ സഭയുടെ ഔദ്യോഗികമായ പൊതു നിലപാട് ആവർത്തിക്കുക മാത്രമാണ് മാർ ജോസഫ് പാംബ്ലാനി പിതാവ് ചെയ്തതെന്ന് സിറോ മലബാർ സഭ പറയുന്നു. സിറോ മലബാർ സഭയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകമായി പ്രതിപത്തിയില്ല. സഭയുടെ രാഷ്ട്രീയം വിഷയങ്ങളോടുള്ള നിലപാടുകളിൽ അധിഷ്ഠിതമാണ്. തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനും ശരി ചെയ്യുമ്പോൾ അത് അംഗീകരിക്കാനും സഭയ്ക്ക് മടിയില്ല. ആർക്കെപ്പോൾ നന്ദി പറയണം, ആരെ വിമർശിക്കണം എന്നത് തീരുമാനിക്കുന്ന പ്രക്രിയയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇടമില്ല എന്നതാണ് ഇപ്പോൾ സിറോ മലബാർ സഭ ചൂണ്ടിക്കാട്ടുന്നത്. പാംബ്ലാനിയെ അകാരണമായി ഒറ്റപ്പെടുത്തി വിമർശിക്കാനുള്ള പ്രവണതയിൽ നിന്നും ബന്ധപ്പെട്ടവർ പിന്മാറണം. ആവശ്യത്തിലധികം സംസാരിച്ചു കഴിഞ്ഞതിനാൽ ഈ വിഷയം ഉടൻ അവസാനിപ്പിക്കണമെന്നും സഭ അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പത്രക്കുറിപ്പ് അവസാനിക്കുന്നത്. നേരത്തെ കത്തോലിക്ക സഭയും വിമർശനം ഉന്നയിച്ചിരുന്നു. ഗോവിന്ദൻ മാഷ് ഗോവിന്ദച്ചാമിയെ പോലെ സംസാരിക്കരുതെന്നാണ് കത്തോലിക്ക കോൺഗ്രസ് അന്ന് കുറ്റപ്പെടുത്തിയിരുന്നത്. നമുക്ക് ആദ്യം MV ഗോവിന്ദന്റെ ഈ വിമർശനത്തിന് വിധേയമായ ആ പ്രതികരണം ഒന്നുകൂടി ഒന്ന് കേൾക്കാം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായിട്ട് കടന്നാക്രമണം വന്നു. പംബ്ലാനി അപ്പൊ ഞെട്ടി. പംബ്ലാനി ഞാൻ പേരുപയോഗിച്ചത് ബോധപൂർവമാണ്. അവസരവാദം ഇത്രയും ശക്തിയായിട്ട് പറയുന്ന വേറൊരാളുമില്ല. അതുകൊണ്ടാണ് പംബ്ലാനി പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആലോചിക്കേണ്ടി വരും. അവസാനം ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയപ്പോൾ സ്തുതി ആർക്ക്? കേന്ദ്ര അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതി. അച്ഛന്മാർ കേക്കും കൊണ്ട് പോയി സോപ്പിടാൻ. എവിടെ? RSന്റെ ഓഫീസിൽ. ഇതായിരുന്നു ഉയർന്ന വിമർശനം. അതിനു മുൻപ് DYFI ആണ് ആദ്യം പ്രതിഷേധവുമായി പാംബ്ലാനിക്കെതിരെ രംഗത്ത് വന്നത്. നിയോ മുള്ളറുടെ സ്ഥിതിയാകും ഈ മാറി മാറി പറയുന്ന പാംബ്ലാനിക്ക് എന്നതാണ് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് അന്ന് പറഞ്ഞത്. സനോജിന്റെ ആ വിമർശനത്തിന് പിന്നാലെയാണ് MV ഗോവിന്ദന്റെ ഈ അവസരവാദപരമായ നിലപാട് എന്ന പരാമർശം കൂടി വന്നത്. അപ്പോൾ VK സനോജിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. എല്ലാ പിതാക്കന്മാർ ഇപ്പോ RSSന് കൊള്ളുത്തണത്തുകയാണ്. കേക്കുമായിട്ട്
RSSന്റെ ശാഖയിലേക്ക് കടന്നു വരുന്ന ആളുകൾ, കേക്കുമായിട്ട് തിരിച്ച് അങ്ങോട്ട് പള്ളിയുടെ അരമനയിലേക്ക് കടന്നു പോകുന്ന ആളുകൾ പരസ്പരം പരവതാനി വിരിക്കുന്നു, പരസ്പരം ആശ്ലേഷിക്കുന്നു. ആരെയാ ഇവർ പൊട്ടന്മാരാക്കുന്നത്? എന്നാൽ ഇരിഞ്ഞാലക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ ഉൾപ്പെടെയുള്ളവർ പാംപ്ലാനി പറഞ്ഞത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ സഭയ്ക്കുള്ളിൽ ഒരു ഭിന്നിപ്പുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് CPM ആ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുകയും അക്കാര്യങ്ങൾ ആദ്യം യുവജന പ്രസ്ഥാനമായ DYFയും പിന്നീട് CPM സംസ്ഥാന സെക്രട്ടറി തന്നെയും പറയുകയും ചെയ്തത്. പക്ഷേ അതിനുശേഷം തലശ്ശേരി രൂപതയുടെ ഭാഗത്തു നിന്ന്, കത്തോലിക്ക കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നൊക്കെ അതിരൂക്ഷമായ വിമർശനമുണ്ടായി. ഗോവിന്ദൻ മാഷ് ഗോവിന്ദച്ചാമിയെ പോലെ സംസാരിക്കാൻ പാടില്ല എന്നായിരുന്നു ഫാദർ ഫിലിപ്പ് കവിയിൽ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആ പ്രതികരണം കൂടി കേൾക്കാം. CPM എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അതിലൊരു മഹത്വമുള്ള പോസ്റ്റുണ്ട്. ആ സ്ഥാനത്തിരിക്കുന്ന ആള് ഗോവിന്ദച്ചാമി പറയുന്ന പോലെ പറയരുതെന്നാണ് ഉദ്ദേശിച്ചത്. അതായത് അദ്ദേഹത്തിന് നിലയ്ക്കും വിലക്കും ചേർന്ന ഒരു പ്രസ്താവനയല്ല അത് എന്നാണ് ഉദ്ദേശിച്ചത്. ഇനി അദ്ദേഹം പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഒരു തിന്മ ഉദ്ദേശിച്ച് പറഞ്ഞ. അദ്ദേഹം കുറെ ആളുകൾ അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകരെ കണ്ടപ്പോൾ അവരുടെ മുമ്പിൽ അല്പം ആളാകാൻ വേണ്ടി ഒരു ആവേശത്തിരുത്തലിൽ പറഞ്ഞതായിരിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. വലിയ വിമർശനം ഇങ്ങനെ ഉയർന്നിട്ടും VK സനോജും MV ഗോവിന്ദനും ആ പറഞ്ഞ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അവസരവാദി എന്നേ പറയാൻ പറ്റുള്ളൂ എന്നതായിരുന്നു MV ഗോവിന്ദൻ പിന്നീട് പറഞ്ഞത്. അവസരവാദം എന്ന് പറയുന്നത് അത്ര മോശം പദപ്രയോഗമല്ല എന്നുകൂടി MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോൾ സിറോ മലബാർ സഭ അതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. അതിശക്തമായ വിമർശനം CPMനെതിരെ ഉന്നയിച്ചിരിക്കുകയാണ്. അത് പറഞ്ഞത്, പാംപ്ലാനി പറഞ്ഞത് സഭയുടെ നിലപാട് തന്നെ എന്നവർ അടിവരയിട്ട് പറയുകയാണ്. ഞങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രീയമില്ല എന്ന് പറയുകയാണ്. 300 രൂപ റബ്ബറിന് തന്നാൽ BJPക്ക് വോട്ട് ചെയ്യാമെന്ന് പാംപ്ലാനി നേരത്തെ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ഇങ്ങനെ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിനെതിരെ പറയുന്നു. അതിനുശേഷം അവർ പുറത്തിറങ്ങി കഴിയുമ്പോൾ നന്ദി പറയുന്നു. ഇങ്ങനെയുള്ള മാറി മാറി പ്രസ്താവനകൾ വന്ന സാഹചര്യത്തിലാണ് CPM നേതാക്കളുടെ ഭാഗത്തു നിന്ന് അവസരവാദിയാണ് എന്ന തരത്തിലുള്ള വിമർശനം വന്നത്. പക്ഷേ അത് സഭയുടെ തന്നെ നിലപാടാണ് എന്ന് സഭ ഇപ്പോൾ വ്യക്തത വരുത്തിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഇനി കൂടുതൽ പ്രതികരണങ്ങളിലേക്കില്ല, അല്ലെങ്കിൽ ഇതിവിടെ അവസാനിപ്പിക്കണം എന്ന ഒരു മുന്നറിയിപ്പ് കൂടി സഭ നൽകുമ്പോൾ CPM എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് കണ്ടറിയേണ്ടത്. സഭയ്ക്കുള്ളിൽ ഭിന്നതകൾ ഉണ്ട് എന്നത് മനസ്സിൽ കണ്ട്, അല്ലെങ്കിൽ മുന്നിൽ കണ്ടുകൂടിയായിരുന്നു CPM നിലപാട് സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ സഭയുടെ ആകെ നിലപാടാണ് ഇത് എന്ന് പറയുമ്പോൾ പറഞ്ഞതിൽ നിന്ന് CPM പിന്നോട്ട് പോകുമോ, അതോ അതിൽ തന്നെ പലരും പരസ്യമായി തന്നെ നന്ദി പ്രകടിപ്പിക്കേണ്ടുന്ന കാര്യമില്ല, ഇത് ആരുടെയും ഔദാര്യമല്ല, ഒരു തെറ്റും ചെയ്യാത്തവരെ 9 ദിവസം ജയിലിൽ അടച്ചിട്ട് ജാമ്യം നൽകുന്നത് ആരുടെയും ഭരണത്തിലിരിക്കുന്ന ആരുടെയും ഔദാര്യമല്ല, അത് അവരുടെ അവകാശമാണ് എന്ന നിലയിൽ അഭിപ്രായം പറഞ്ഞവരുണ്ടായിരുന്നു. അവർക്കൊപ്പം CPM ഉറച്ചു നിൽക്കുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും ഇതുവരെ ഈ പ്രതികരണങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. എന്തായാലും തീർച്ചയായും മാധ്യമങ്ങൾ അക്കാര്യങ്ങളിൽ CPM നേതാക്കളോട് പ്രതികരണം തേടുമ്പോൾ അവർ പിന്നോട്ട് പോയോ അതോ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നോ എന്നത് നമുക്ക് മനസ്സിലാകും.